നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ച ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എൽനിനോ ലാനിനോ അതായിരുന്നു ക്വസ്റ്റ്യൻ. എന്താണ് സംഭവം, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ഒക്കെ ഇവിടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ഭൂരിഭാഗം കുട്ടികളും ഇതിന്റെ ആൻസർ അറ്റൻഡ് ചെയ്ത് കാണത്തില്ല. അഥവാ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ അവർ തെറ്റായിട്ടായിരിക്കും മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് ഒരു പ്രസിദ്ധമായ ഒരു ചാനലിൽ പോലും ഇതിന്റെ ആൻസർ തെറ്റായിട്ടാണ് പുള്ളി മാർക്ക് ചെയ്തിരുന്നത്. അപ്പം അത് തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് എൽനിനോ ലാനിനോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന് ശ്രദ്ധിച്ചോളണം. ഓക്കെ, എൽനിനോ ആൻഡ് ലാനിനോ. ഇവിടെ നോർമൽ കണ്ടീഷനിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ഏതൊരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളണേ. അപ്പോൾ ഞാൻ ഈ മാപ്പിനെ ഗൂഗിൾ മാപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്ത സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ദാ ഈ കാണുന്ന ഈ ലാറ്റിറ്റ്യൂഡ് വന്നിട്ട് ഇവിടെ ഈ പോകുന്ന ഈ അക്ഷാംശം നോക്കുകയാണെങ്കിൽ ഇത് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇക്വേറ്ററിനെ പതുക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയാണ്. ഈ ഇക്വേറ്റർ ഭൂമിയെ രണ്ട് ഹെമിസ്ഫിയർ ആയി തിരിക്കുന്നു. നോർത്തേൺ ഹെമിസ്ഫിയർ പിന്നെ സദേൺ ഹെമിസ്ഫിയർ, ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം. ഓക്കെ, ഞാൻ ഈ ഭൂമധ്യരേഖയോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഈ ഓഷ്യൻ കറൻസ് അറിയപ്പെടുന്ന പേരാണ്, ഭൂമധ്യരേഖയോട് ചേർന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ സമുദ്രജല പ്രവാഹങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഇക്വിറ്റോറിയൽ കറൻസ് അല്ലെങ്കിൽ മധ്യരേഖാ പ്രവാഹങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇക്വിറ്റോറിയൽ കറൻസ് അല്ലെങ്കിൽ അതിന് എന്തെന്നറിയപ്പെടുന്നു? മധ്യരേഖാ പ്രവാഹങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നു. അങ്ങനെ ഇക്വിറ്റോറിയൽ കറൻസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ ഇക്വിറ്റോറിയൽ കറൻസിനെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഇക്വിറ്റോറിയൽ കറൻസിനെ നോർത്ത് ഇക്വിറ്റോറിയൽ കറൻസ് എന്നും, അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലെ മധ്യരേഖാ പ്രവാഹങ്ങളെ ഉത്തര മധ്യരേഖാ പ്രവാഹമെന്നും, ദക്ഷിണാർദ്ധഗോളത്തിലെ മധ്യരേഖാ പ്രവാഹങ്ങളെ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം അല്ലെങ്കിൽ സൗത്ത് ഇക്വിറ്റോറിയൽ കറൻസ് എന്നുമായിട്ട് രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടെ, ഒരു കൺഫ്യൂഷനും ഇല്ല, ഭൂമധ്യരേഖയോട് ചേർന്ന് സഞ്ചരിക്കുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് മധ്യരേഖാ പ്രവാഹങ്ങൾ. ഈ മധ്യരേഖാ പ്രവാഹങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ മധ്യരേഖാ പ്രവാഹങ്ങളെ ഉത്തര മധ്യരേഖാ പ്രവാഹം എന്നും, ദക്ഷിണാർദ്ധഗോളത്തിലെ മധ്യരേഖാ പ്രവാഹങ്ങളെ ദക്ഷിണ മധ്യരേഖാ പ്രവാഹങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇനി ശ്രദ്ധിച്ചോ, ഈ ഇക്വിറ്റോറിയൽ കറൻസിന്റെ സഞ്ചാര ദിശ നോക്കുകയാണെങ്കിൽ ഈ ഇക്വിറ്റോറിയൽ കറൻസ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ഇക്വിറ്റോറിയൽ കറൻസ് സഞ്ചരിക്കുന്നത്. അപ്പോൾ മധ്യരേഖാ പ്രവാഹങ്ങളുടെ സഞ്ചാര ദിശ അവ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് സഞ്ചരിക്കുന്നു. കാരണം ഈ ഇക്വിറ്റോറിയൽ കറൻസിന് രൂപം കൊടുക്കുന്ന ഒരു കാറ്റുണ്ട്. ഈ മധ്യരേഖാ പ്രവാഹങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഇങ്ങനെ വീശുന്ന ഈ കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ട്രേഡ് വിൻസ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ട്രേഡ് വിൻസ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ ട്രേഡ് വിൻസ് ആണ് ആർക്ക് രൂപം കൊടുക്കുന്നത്? ഇക്വിറ്റോറിയൽ കറൻസിന് രൂപം കൊടുക്കുന്നത്. അപ്പൊ ട്രേഡ് വിൻസിന്റെ ഡയറക്ഷൻ നോക്കേ. ട്രേഡ് വിൻസ് എവിടെ നിന്നാണ് വരുന്നത്? ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവ രൂപം കൊടുക്കുന്ന ഇക്വിറ്റോറിയൽ കറൻസും എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുന്നത്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മധ്യരേഖാ പ്രവാഹങ്ങൾക്ക് രൂപം കൊടുക്കുന്ന കാറ്റ് ട്രേഡ് വിൻസ് ആണ്. ഈ ട്രേഡ് വിൻസ് ആണ് എൽനിനോയ്ക്കും ലാനിനോയ്ക്കും എല്ലാം കാരണം. ഏത് തരം കാറ്റുകളാണ്? ട്രേഡ് വിൻസ് ആണ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങളാണ്. ഞാൻ അത് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി ശ്രദ്ധിച്ചോ, നമുക്ക് നോക്കാം എന്താണ് എൽനിനോ ലാനിനോ. അപ്പൊ അത് പറയുന്നതിന് മുമ്പായിട്ട് എൽനിനോയും ലാനിനോയും ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എൽനിനോ ഇല്ല, ലാനിനോ ഇല്ല, ഒന്നുമില്ല. ഒരു നോർമൽ കണ്ടീഷനിൽ എന്ത് സംഭവിക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചോളേ. അതായത് ഇവിടെ ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം, ഭൂമിയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് ഇക്വിറ്റോറിയൽ റീജൻ അല്ലെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശം. ഞാൻ ഇവിടെ ഈ മാർക്കിംഗ് മൊത്തം കൊടുത്തേക്കുന്നത് ഇക്വിറ്റോറിയൽ റീജനിലാണ്. അപ്പോൾ ഭൂമിയിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഭൂമധ്യരേഖാ പ്രദേശമാണ്. അപ്പൊ ഈ ഭൂമധ്യരേഖാ പ്രദേശം നന്നായിട്ട് ചൂടായി കിടക്കും. സ്വാഭാവികമായിട്ടും അവിടെയുള്ള വെള്ളവും നന്നായിട്ട് ചൂടായി കിടക്കും. അപ്പൊ ഈ പോകുന്ന ഈ ചൂട് കടൽ വെള്ളത്തിനെയാണ് ആര് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മധ്യരേഖാ പ്രവാഹങ്ങളും വാണിജ്യവാദങ്ങളും ചേർന്ന് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കയല്ലേ? അപ്പൊ നോർമൽ കണ്ടീഷനിൽ എന്ത് സംഭവിക്കുന്നു? ആ കടൽ വെള്ളത്തെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്, ആ ചൂട് കടൽ വെള്ളത്തെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഇങ്ങനെ എപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ആര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും? ട്രേഡ് വിൻസും ഇക്വിറ്റോറിയൽ കറൻസും ചേർന്ന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിലും ഇവിടെ നിന്ന് പതുക്കെ, ഞാൻ ഇച്ചിരി ഒന്ന് വലുതായിട്ടൊന്ന് വരയ്ക്കുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചോളേ. ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നല്ല ചൂട് വെള്ളത്തെ ഇങ്ങനെ ആര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും? ട്രേഡ് വിൻസും അതേപോലെ തന്നെ ഈ ഇക്വിറ്റോറിയൽ കറൻസും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേ, അതിന്റെ ഫലമായിട്ട് ഈ ഭാഗത്തെല്ലാം തന്നെ, അതായത് ഓസ്ട്രേലിയയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്തെല്ലാം തന്നെ ഇങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ അടിഞ്ഞുകൂടും. ഏതാണ്ട് ഈ ഒരു കണ്ടീഷനിൽ ഇതേപോലെ ഇങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ
ഈ ഭാഗത്ത് ഇങ്ങനെ അടിഞ്ഞുകൂടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെസ്റ്റേൺ പസഫിക് പൂൾ എന്നൊക്കെ പറയാം. ഇതിനെ നമുക്ക് എന്ത് പറയാം, വെസ്റ്റേൺ പസഫിക് പൂൾ എന്നൊക്കെ പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ഈ ഓസ്ട്രേലിയൻ റീജിയനിലും ഏഷ്യൻ റീജിയനിലും എല്ലാം തന്നെ ചൂടുവെള്ളം നന്നായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചൂടുവെള്ളമാണ്, സൂര്യന്റെ ചൂടും മേലിൽ നിന്ന് നന്നായിട്ട് താഴേക്ക് അടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വെള്ളം മുഴുവനും നീരാവിയായിട്ട് മേലിലോട്ട് പോയി ഈ പ്രദേശത്ത് മുഴുവനും നന്നായിട്ട് മഴ കൊടുക്കും. ഓക്കെ അല്ലേ? നോർമൽ കണ്ടീഷനിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ റീജിയനിലൊക്കെ നന്നായിട്ട് മഴ കിട്ടും. കാരണം അവിടെ നിന്നുള്ള ചൂട് വെള്ളത്തെ മുഴുവനും ഈ ട്രേഡ് വിൻസും അതേപോലെ തന്നെ മധ്യരേഖാ പ്രവാഹങ്ങളും ചേർന്ന് നേരെ എങ്ങോട്ട് കൊണ്ടുവന്നു, ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ റീജിയനിലും ഏഷ്യൻ റീജിയനിലും മൊത്തം എങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ അവിടെ ഇങ്ങനെ വെള്ളം മൊത്തം നീരാവിയായിട്ട് മേളിലോട്ട് പോയി മഴമേഘങ്ങളായിട്ട് മാറി അത്യാവശ്യം ആ പ്രദേശത്ത് മൊത്തം നന്നായിട്ട് മഴ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണേടാ, ഇവിടെ നിന്ന് ചൂടുവെള്ളം പതുക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് ചൂടുവെള്ളം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടലിന്റെ അടിയിൽ നിന്നും തണുത്ത വെള്ളം പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. തണുത്ത വെള്ളം ഇങ്ങനെ പതുക്കെ മുകളിലേക്ക് പൊന്തി വരും. സോ ഇതിനെയാണ് നമ്മൾ അപ്വെല്ലിംഗ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? അപ്വെല്ലിംഗ് എന്ന് പറയുന്നു. ഓക്കെ, അപ്വെല്ലിംഗ്. അപ്പോൾ അവിടെ നിന്ന് മേലിൽ നിന്ന് ചൂടുവെള്ളം പോകുമ്പോൾ കടലിന്റെ അടിയിൽ നിന്ന് തണുത്ത വെള്ളം ഇങ്ങനെ മേലിലോട്ട് പൊന്തി വരാം. ഇതിനെ നമുക്ക് എന്ത് പറയാം? അപ്വെല്ലിംഗ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ തണുത്ത വെള്ളം മുകളിലേക്ക് പൊന്തി വരുമ്പോൾ വെള്ളം മാത്രമല്ല വരുന്നത്, ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് മുഴുവനും മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഒരു ഡൗട്ട് വന്നു, എന്താണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്? ഓക്കെ, അപ്പോൾ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഈ മത്സ്യങ്ങൾക്ക് മൊത്തം കഴിക്കാൻ പറ്റുന്ന കടലിൽ ഒരു തരം അടിയിൽ കിടക്കുന്ന പായലിനെയാണ് നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് മുഴുവനും പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തണുത്ത വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ പൊന്തി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ഈ പ്രദേശത്ത് ഒരുപാട് മത്സ്യങ്ങൾ ഇങ്ങനെ വന്നു ചേരും. കാരണം അവയുടെ ഫുഡ് മൊത്തം അവിടെ കിടക്കുകയാണ്. അങ്ങനെ സൗത്ത് അമേരിക്കൻ റീജിയനിലെ മുഴുവനും ഒത്തിരി മത്സ്യങ്ങൾ വന്ന് ആഹാരം എടുത്തിട്ട് അങ്ങ് പോകും. ആ പ്രദേശം മുഴുവനും നന്നായിട്ട് മത്സ്യസമ്പത്തൊക്കെ കൂടാനായിട്ട് നോർമൽ കണ്ടീഷനിൽ സാധ്യമാണ്. ഓക്കെ അല്ലേ? ഇതാണ് ഒരു നോർമൽ കണ്ടീഷനിൽ സംഭവിക്കുന്നത്. അപ്പൊ എന്താ നോർമൽ കണ്ടീഷനിൽ സംഭവിക്കുന്നത്? ഇവിടെ നിന്നുള്ള ചൂടുവെള്ളത്തെ മുഴുവനും, അല്ലെങ്കിൽ പസഫിക്കിന്റെ ഈസ്റ്റേൺ റീജിയനിൽ നിന്നുള്ള ചൂടുവെള്ളത്തെ മുഴുവനും നേരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഓസ്ട്രേലിയൻ റീജിയനിലേക്ക് ട്രേഡ് വിൻസും അതേപോലെ തന്നെ ഇക്വിറ്റോറിയൽ കറൻസിയും ചേർന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വെസ്റ്റേൺ പൂള് ക്രിയേറ്റ് ആവും, വെസ്റ്റേൺ പസഫിക് പൂള് ക്രിയേറ്റ് ആവും. ചൂടുവെള്ളമായിരിക്കും, അത് പതുക്കെ നീരാവിയായിട്ട് മുകളിലേക്ക് പോയിട്ട് ആ പ്രദേശത്ത് മൊത്തം അത്യാവശ്യം നന്നായിട്ട് മഴ കൊടുക്കും. സോ ഇവിടെ നിന്ന് ഈ സൗത്ത് അമേരിക്കൻ റീജിയനിൽ നിന്ന് ചൂടുവെള്ളം പോകുമ്പോൾ കടലിൽ നിന്ന് തണുത്ത വെള്ളം മുകളിലേക്ക് പൊന്തി വരും. അതിനെയാണ് അപ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് മുഴുവൻ കയറി വരും. ആ ഫുഡ് മത്സ്യങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ പെറു റീജിയൻ, സൗത്ത് അമേരിക്കൻ റീജിയൻസ് മൊത്തം ഒത്തിരി മത്സ്യസമ്പത്തുള്ള ഒരു പ്രദേശമായിട്ട് മാറും. ഇതാണ് ഒരു നോർമൽ കണ്ടീഷനിൽ സംഭവിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, നോർമൽ കണ്ടീഷനിൽ ഈ റീജിയനിൽ ഒന്നും തന്നെ എന്ത് കാണത്തില്ല? മഴ കാണത്തില്ല. ഈ പ്രദേശത്തൊന്നും തന്നെ മഴ കാണത്തില്ല. കാര്യം അവിടെ ചൂടുവെള്ളമൊന്നും കാണത്തില്ല. ആ വെള്ളത്തെ മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോയാണ്? ഓസ്ട്രേലിയൻ റീജിയനിലേക്കും ഏഷ്യൻ റീജിയനിലേക്ക് കൊണ്ടുപോയാണ്. ആ പ്രദേശത്തായിരിക്കും മഴ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഈ സൗത്ത് അമേരിക്കൻ റീജിയൻ മുഴുവൻ അത്യാവശ്യം നന്നായിട്ട് വരണ്ട് കിടക്കും. പക്ഷെ ഒരേ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ, ആ പ്രദേശത്ത് നന്നായിട്ട് മത്സ്യസമ്പത്തൊക്കെ കൂടും. ഇതാണ് നോർമൽ കണ്ടീഷനിൽ സംഭവിക്കുന്നത്. സെറ്റാണ്. ഇതാണ് നോർമൽ കണ്ടീഷൻ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോടാം. എൽ നിനോ വരുമ്പോൾ അപ്പൊ അതിനു മുമ്പായിട്ട് എന്താ ഈ എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം? എൽ നിനോ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. ഓക്കെ, ഉണ്ണിയേശു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കൊടുത്തു എന്ന് ചോദിച്ചാൽ, പണ്ട് 18ാം നൂറ്റാണ്ടില് ഈ പെറു റീജിയനിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ, ഈ പ്രദേശത്തൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ കണ്ടോ? പെറു റീജിയൻ കണ്ടായിരുന്നോ? ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. കടല് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നു. സാധാരണ ഈ ഭാഗത്ത് ചൂടായി കിടക്കേണ്ടതല്ല. ആ ചൂടുവെള്ളത്തെ മുഴുവൻ ആര് കൊണ്ടുപോകും? വാണിജ്യവാദങ്ങൾ മൊത്തം കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോൾ കടല് നന്നായിട്ട് ചൂടായി കിടക്കുന്നു. മാത്രമല്ല മത്സ്യസമ്പത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. വെള്ളം നല്ല ചൂടായി, മത്സ്യസമ്പത്ത് കുറഞ്ഞു. അപ്പൊ അവര് ഡിസംബർ മാസമാണ് ഈ പ്രതിഭാസത്തെ നോട്ടീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഒരു പേര് കൊടുത്തു. ഡിസംബർ മാസം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ജന്മമാസമാണ്. സോ ഉണ്ണിയേശു എന്ന് ഒരു പേര് കൊടുത്തു, അല്ലെങ്കിൽ എൽ നിനോ എന്ന പേര് കൊടുത്തു. പിന്നീട് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 20ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചത്. ഇതൊരു സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല, ഒരു സീസണിലായിട്ട് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങി, അതിന്റെ കാരണങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പഠിച്ചപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? അതായത് ഇങ്ങനെ ഒരു പ്രതിഭാസം ഈ റീജിയനിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എൽ നിനോ എന്ന പ്രതിഭാസം. ഓക്കെ, എൽ നിനോ എന്ന പ്രതിഭാസം ഇത്രയേ ഉള്ളൂ. ഒരു 2 മുതൽ 7 വർഷങ്ങൾക്കിടയ്ക്ക്, 2 മുതൽ 7 വർഷങ്ങൾക്കിടയ്ക്ക്, ചിലപ്പോൾ 9 വർഷം വരെ പോകാം,
വാണിജ്യവാദങ്ങളുടെ വേഗത അങ്ങ് കുറയും, ട്രേഡ് വിൻസിന്റെ വേഗത കുറയും. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് വിൻസിന്റെ വേഗത കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ട്രേഡ് വിൻസിന്റെ വേഗത കുറയുമ്പോൾ ഈ ഭാഗത്ത് കിടക്കുന്ന ചൂടുവെള്ളത്തെ മുഴുവൻ ഈ കാണുന്ന ട്രേഡ് വിൻസിനും ഈ ഇക്വിറ്റോറിയൽ കറൻസിനും എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല? ഈസ്റ്റേൺ റീജിയനിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ആ ഒഴുക്കിന് വേഗതയില്ല, വാണിജ്യവാദങ്ങൾക്ക് ശക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും അങ്ങോട്ട് നീങ്ങത്തില്ല. പകരം ഈ ഭാഗം ഇങ്ങനെ നന്നായിട്ട് ചൂടായി കിടക്കും. സോ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ചൂടായി കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? മത്സ്യസമ്പത്ത് ഈ റീജിയനിൽ കിട്ടുമോ? കിട്ടത്തില്ല. ഈ പ്രദേശത്തുള്ള വെള്ളത്തെ മുഴുവൻ സൂര്യന്റെ ചൂട് നീരാവിയാക്കി മാറ്റി ഈ റീജിയനിൽ മൊത്തം അത്യാവശ്യം നന്നായിട്ട് മഴ കിട്ടും. അതായത് എൽനിനോ വരുന്ന സമയത്ത്, അതായത് ആ ചൂടുള്ള വെള്ളം അങ്ങോട്ട് നീങ്ങത്തില്ല. ആ എൽനിനോ വരുന്ന സമയത്ത് സൗത്ത് അമേരിക്കൻ റീജിയനിൽ മൊത്തം നന്നായിട്ട് മഴ കിട്ടും, നന്നായിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകും. 1997 98 ഈ പ്രദേശത്ത് നല്ലൊരു എൽനിനോ ഉണ്ടായിട്ട് ഈ പെറു റീജിയനിലൊക്കെ ഭയങ്കരമായിട്ട് മഴയും ബാക്കിയെല്ലാം പെയ്തായിരുന്നു. അപ്പൊ അതേസമയം ഇവിടെ മഴ കിട്ടിയപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണേ, ഇവിടെ മഴ കിട്ടിയപ്പോൾ ഈ റീജിയനിൽ ഇവിടെ ഈ കാണുന്ന ഈ റീജിയനിൽ മഴ കിട്ടുമോ? മഴ കിട്ടത്തില്ല. ഓസ്ട്രേലിയ, ഏഷ്യ ഉൾപ്പെടുന്ന പ്രദേശത്ത് മഴ കിട്ടത്തില്ല. എന്തുകൊണ്ട് കിട്ടത്തില്ല? കാരണം ആ ചൂടുവെള്ളത്തിന് എങ്ങോട്ട് മൂവ്മെന്റ് ഇല്ല. ഈ കാണുന്ന വെസ്റ്റേൺ റീജിയനിലേക്ക് മൂവ്മെന്റ് ഇല്ല. അവിടെ തട്ടിക്കിടക്കുകയാണ്, അവിടെ നീങ്ങാൻ പറ്റാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ചൂടുവെള്ളമൊന്നും ഈ ഭാഗത്തോട്ട് എത്തുന്നില്ല. അവിടെ അത്യാവശ്യം വെള്ളം നന്നായിട്ട് കമ്പാരിറ്റീവ്ലി തണുത്ത് കിടക്കും. അപ്പൊ ആ റീജിയനിൽ സ്വാഭാവികമായിട്ടും മഴയൊന്നും കാണത്തില്ല. അപ്പോൾ എൽനിനോ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോളണം, എൽനിനോ വരുന്ന സമയത്ത് ഉഷ്ണമേഖലയിലെ ചില പ്രദേശങ്ങളിൽ, അതായത് ഏഷ്യൻ പ്രദേശങ്ങളിലും ഓസ്ട്രേലിയൻ പ്രദേശങ്ങളിലൊന്നും മഴ കിട്ടത്തില്ല. പക്ഷെ സൗത്ത് അമേരിക്കൻ റീജിയനിൽ മൊത്തം എന്ത് കിട്ടും? നന്നായിട്ട് മഴ കിട്ടും. ഓക്കെയാണ്. സോ ഈ പ്രതിഭാസത്തെ നമുക്ക് എന്ത് പറയാം? എൽനിനോ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പോ ജൂൺ മാസം നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഇൻഫ്ലുവൻസ് കുറയാൻ പോവുകയാണ്. നമുക്ക് അധികം മഴയൊന്നും കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് കിട്ടത്തില്ല? കാരണം എൽനിനോ എന്ന പ്രതിഭാസം വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് മഴ കാണത്തില്ല. പക്ഷേ സൗത്ത് അമേരിക്കൻ പ്രദേശങ്ങളിൽ മൊത്തം നന്നായിട്ട് മഴ കിട്ടും. എന്തുകൊണ്ടാണ് നമുക്ക് മഴ കിട്ടാത്തത്? കാരണം അവിടെ നിന്ന് ചൂടുവെള്ളം മൊത്തം ഇവിടെ വന്ന് അടിയുന്നില്ല. സോ നമുക്ക് മഴ കിട്ടുന്നില്ല. പക്ഷെ ആ ചൂടുവെള്ളം മൊത്തം ഇവിടെ കിടപ്പുണ്ട്, പെറു റീജിയനിൽ കിടപ്പുണ്ട്, സൗത്ത് അമേരിക്കൻ റീജിയനിൽ കിടപ്പുണ്ട്. ആ പ്രദേശത്ത് മഴ കിട്ടും. പക്ഷെ ഇവിടെ എന്തായിരിക്കും? വരൾച്ചയായിരിക്കും. എന്നാൽ എൽനിനോ വരാത്ത സമയത്താണെങ്കിൽ നേരെ തിരിച്ചാണ്. ആ സൗത്ത് അമേരിക്കൻ റീജിയനിൽ മഴയൊന്നും കാണത്തില്ല. പക്ഷെ ഇവിടെ നന്നായിട്ട് മഴ കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ നേരെ റിവേഴ്സ് കണ്ടീഷനാണ്. ഇതിന്റെ നേരെ തിരിച്ചുള്ള കണ്ടീഷനാണ് ലാനിന. ഇതിന്റെ നേരെ തിരിച്ചുള്ള കണ്ടീഷനാണ് ലാനിന. സോ ലാനിന എന്ന വാക്കിന്റെ അർത്ഥം പെൺകുട്ടി എന്നാണ്. ഓക്കെ, പെൺകുട്ടി. അതായത് എൽനിനോ സംഭവിക്കുന്ന സമയത്ത് വാണിജ്യവാദങ്ങൾക്ക് ശക്തി കുറയുന്നു എങ്കിൽ, നോർമൽ കണ്ടീഷൻ സ്ലോ ഡൗൺ ആകുന്നു എങ്കിൽ, ലാനിന സംഭവിക്കുന്ന സമയത്ത് നേരെ തിരിച്ചാണ്. വാണിജ്യവാദങ്ങൾക്ക് നന്നായിട്ട് ശക്തി കൂടും, ട്രേഡ് വിൻസ് നന്നായിട്ട് ശക്തി കൂടും, എന്ന് പറഞ്ഞേക്കും. ഓക്കെ, അപ്പൊ വാണിജ്യവാദങ്ങൾക്ക് നന്നായിട്ട് ശക്തി കൂടുന്നു. സോ വാണിജ്യവാദങ്ങൾക്ക് നന്നായിട്ട് ശക്തി കൂടുമ്പോൾ എന്താ സംഭവിക്കും മക്കളെ? ട്രേഡ് വിൻസിന് നന്നായിട്ട് ശക്തി കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള ഈ സൗത്ത് അമേരിക്കൻ റീജിയനിൽ നിന്നുള്ള ചൂടുവെള്ളത്തെ മുഴുവനും വളരെ പെട്ടെന്ന് തന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഈ ഓസ്ട്രേലിയൻ റീജിയനിലേക്കും ഏഷ്യൻ റീജിയനിലേക്കും ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുന്നു. അതിന്റെ ഫലമായിട്ട് ആ ചൂടുവെള്ളം മുഴുവനും ഓസ്ട്രേലിയൻ റീജിയനിലും ഏഷ്യൻ റീജിയനിലും പെട്ടെന്ന് തന്നെ വരും. അതിന്റെ ഫലമായിട്ട് നീരാവിയായിട്ട് പെട്ടെന്ന് മാറി നന്നായിട്ട് ആ റീജിയനിൽ മൊത്തം മഴ കൊടുക്കും. അതായത് ലാനിന വരുന്ന സമയത്ത് നമുക്ക് ഏഷ്യൻ റീജിയനിലും അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ റീജിയനിലൊക്കെ നന്നായിട്ട് മഴ കിട്ടുന്നു. പക്ഷേ എവിടെ മഴ കിട്ടത്തില്ല? ഈ സൗത്ത് അമേരിക്കൻ റീജിയനിലൊന്നും മഴ കിട്ടത്തില്ല. കാരണം ഇവിടെയുള്ള ചൂടുവെള്ളത്തെ മുഴുവനുമാണ് എങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്? ആ ഏഷ്യൻ റീജിയനിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ റീജിയനിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് അമേരിക്കൻ റീജിയനിലൊന്നും തന്നെ ആ സമയത്ത് മഴയൊന്നും കിട്ടത്തില്ല. അപ്പോൾ മനസ്സിലാക്കാം, എൽനിനോ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചോളണം. എൽനിനോ എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷനെ സ്ലോ ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ്. എന്നാൽ ലാനിന എന്ന് പറഞ്ഞാൽ എന്താണ്? ലാനിന എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷനെ ആക്സലറേറ്റ് ചെയ്യുന്ന പ്രതിഭാസമാണ് ലാനിന. എൽനിനോ വരുന്ന സമയത്ത് നമുക്ക് മഴ കുറവായിരിക്കും. പക്ഷെ ലാനിന വരുന്ന സമയത്ത് നല്ല തീയായിട്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് മഴ കിട്ടും. ഇതാണ് എൽനിനോ, ലാനിനോ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോടെ. നിങ്ങൾ കേട്ട് കാണാം എൻസോ എന്ന്, നിങ്ങൾ കേട്ട് കാണും. ഓക്കെ, എൻസോ. സോ എൻസോ എന്താണെന്ന് ചോദിച്ചാൽ,
എൽ നിനോ സദേൺ ഓസിലേഷൻ, അതാണ് ഫുൾ ഫോം, എൽ നിനോ സദേൺ ഓസിലേഷൻ. അപ്പൊ ഓസിലേഷൻ എന്ന വാക്കുകൊണ്ട് എന്താ അർത്ഥം നോക്കുന്നത്? ഒരു പെൻഡുലത്തിന്റെ ഓസിലേഷൻ എന്ന് പറയാം. അതായത് കൃത്യമായ ഇടവേളകളിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. സോ ഈ ആവർത്തിച്ചിരിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഓസിലേഷൻ എന്നൊക്കെ പറയുന്നു. അതായത് ഈ എൽ നിനോ ലാനിനോയുടെ ഫ്രോ ആൻഡ് ബാക്ക് സ്ഥിരമായിട്ടുള്ള ഓസിലേഷൻ, ആ മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് സംഭവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എൽ നിനോ സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് എന്ത് പറയാം? എൽ നിനോ സദേൺ ഓസിലേഷൻ എന്ന് പറയാം. അതിന്റെ ഫുൾ ഫോം എന്ന് പഠിച്ചു വെച്ചോ, എൻസോയുടെ ഫുൾ ഫോം എന്താണ്? എൽ നിനോ സദേൺ ഓസിലേഷൻ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. ആ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഈസി ആയിട്ട് പുട്ട് പോലെ നമുക്കൊരു മാർക്ക് അടിച്ചെടുക്കാം. സോ 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. ഒന്ന്, ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽ നിനോ. ശരിയാണോ? ആണ്. കാരണം ഏഷ്യ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഈ സമയത്ത് എന്തായിരിക്കും? വരൾച്ചയായിരിക്കും. നമുക്ക് അധികം മഴയൊന്നും കിട്ടത്തില്ല. സോ ഈ പ്രദേശത്ത് വരൾച്ചയായിരിക്കും. പക്ഷേ സൗത്ത് അമേരിക്കൻ റീജിയൻ നോക്കുകയാണെങ്കിൽ സൗത്ത് അമേരിക്കൻ റീജിയനിൽ ആ സമയത്ത് വെള്ളപ്പൊക്കമായിരിക്കും. കാരണം അവിടെ ചൂടുള്ള വെള്ളം മൊത്തം അടിഞ്ഞു കിടക്കുകയാണ്. സോ അതിന്റെ ഫലമായിട്ട് അവിടെ നന്നായിട്ട് മഴ പെയ്യും. ആ പ്രദേശം മൊത്തം നന്നായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഉപരിതല ജലത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാരക്കാറ്റ് മധ്യ കിഴക്കൻ പസഫിക് മേഖലയിൽ അസാധാരണമായി തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. അപ്പൊ മക്കളെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എൽ നിനോ ആണോ? അല്ല, ലാനിനെയാണ്. അതായത് ശക്തമായ ട്രേഡ് വിൻസ് ഉണ്ടാകണമെങ്കിൽ, ശക്തമായ വ്യാപാര കാറ്റ് ഉണ്ടാകണമെങ്കിൽ ആ പ്രതിഭാസം ഏതാണ്? ലാനിനെയാണ്. നോർമൽ കണ്ടീഷനെ ആക്സലറേറ്റ് ചെയ്യുന്ന പ്രതിഭാസമാണ് ലാനിന. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ട്രേഡ് വിൻസ് നന്നായിട്ട് ശക്തമായിട്ട് വീശുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈസ്റ്റിൽ നിന്ന്, അതായത് ഈ പ്രദേശത്ത് നിന്ന് ചൂടുള്ള വെള്ളത്തെ മുഴുവൻ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൗത്ത് അമേരിക്കൻ റീജിയനിലൊക്കെ തന്നെ, കിഴക്കൻ പസഫിക്കിലൊക്കെ തന്നെ അധികം ചൂടുള്ള വെള്ളം കാണത്തില്ല. ഈ പ്രദേശത്ത് എന്തായിരിക്കും? നോർമലി കമ്പയർ ചെയ്യുമ്പോൾ തണുത്ത വെള്ളമായിരിക്കും കിടക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1 ശരിയാണ്, 2 ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ്? എ, 1, 2 ശരി. ഓക്കെ അല്ലേ? ഇനി ഒരു മാർക്ക് പോവുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോ സെറ്റായിട്ട് പഠിച്ചോടാം. ഇനി മെയ് 16, ജൂൺ 6 പോയി തകർത്തോ. 1 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ്. അപ്പൊ സൂപ്പർ നോട്ട്സ് മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ച്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും SBCID കൂടെ ചേർത്ത് ഒരു ബാച്ചാണ്. ബാക്കിയുള്ള ഫോഴ്സ് പരീക്ഷകൾക്ക് ചേർത്ത് മറ്റൊരു മെയിൻസ് ബാച്ച്. 2499 രൂപ മാത്രമേ ബാച്ചിന്റെ ഫീസ് വരുന്നുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സമയം കളയാതെ മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തോ. 250 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്ത ഇതേപോലെ കോൺസെപ്റ്റ് ഒക്കെ നല്ല സെറ്റ് ആയിട്ട് പഠിക്കാം. 1 മാർക്ക് പോകത്തില്ല. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്തോ. അടുത്ത വർഷം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 2027 മാർച്ചിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാണാൻ പറ്റും. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നാൽ കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ 150 കുട്ടികളാണ് ആ റാങ്ക് ലിസ്റ്റിനകത്തുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ വിജയം. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. നന്നായിട്ട് പഠിച്ചോ, ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. നന്നായിട്ട് പഠിച്ചോ. മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.